താങ്ക് ഗോഡ്. സ്തോത്രം. അറിയാലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ദാരിദ്ര്യം എന്ന ശാപം എത്ര പറഞ്ഞാലും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാൻ കഴിയാത്ത വിധത്തിൽ വേദനയും കണ്ണുനീരും നിരാശയും സമ്മാനിക്കുന്ന അത് കഠിന വേദനയാണ്. ഹൃദയഭേദകമായ വേദന തന്നെ ദാരിദ്ര്യമെന്ന അനുഭവം. പ്രിയപ്പെട്ടവർക്ക്, വേണ്ടപ്പെട്ടവർക്ക്, സ്വന്തക്കാർക്ക്, നമുക്ക് തന്നെ നമ്മുടെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയാത്ത അവസ്ഥ, ഇല്ലായ്മയുടെ അവസ്ഥ ശാപമല്ലാതെ മറ്റെന്താണ്? അതനുഭവിച്ച് എങ്ങനെ ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരും? എൻ്റെ ഇല്ലായ്മകൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയും? കരയുന്നുണ്ട്, അന്വേഷിച്ചലയുന്നുണ്ട്. ഇപ്പോഴും ഒരു അന്വേഷണത്തെ തുടർന്ന് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുന്നു. ഇവിടെ നിന്ന് ദൈവത്തിലൂടെ ഈ ഇല്ലായ്മയ്ക്ക് എനിക്കൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിയുമോ? ഇന്നലകളിൽ ലോകത്തിൽ അലഞ്ഞിട്ടുണ്ട് അല്ലേ? ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണം. എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റണം, ഇല്ലായ്മകൾ മാറ്റണം. എന്നാൽ ലോകമത് തന്നിട്ടില്ല. ലോകത്തിൽ നിന്ന് ആ ഇല്ലായ്മയ്ക്കൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശരിയായ സ്ഥാനത്തെത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ. ദൈവം തൻ്റെ ഭക്തൻ്റെ ഇല്ലായ്മകളെ മാറ്റും, അഥവാ ആ ദാരിദ്ര്യമെന്ന ശാപത്തെ മാറ്റും. കേൾക്കണമേ, ദൈവം തൻ്റെ ഭക്തൻ്റെ ഇല്ലായ്മകളെ മാറ്റും. ആരാണ് ഭക്തൻ? എന്നെ കേൾക്കുന്ന നിങ്ങൾ തന്നെ പറയുവാൻ ഒത്തിരിയുണ്ട്. നിങ്ങൾക്ക് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിതം അവൻ്റെ കൈക്കുള്ളിൽ വച്ചു കൊടുത്ത ആ അനുഭവത്തിൻ്റെ കഥകൾ, ജീവനും വിശുദ്ധിയും ദൈവപ്രസാദവുമുള്ള യാഗമായി നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിച്ച, അഥവാ കർത്താവിന് കൊടുത്ത അനുഭവങ്ങൾ അല്ലേ? കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. വചനം പറയുന്നു, ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾക്ക് കിട്ടും സ്ഥലം പോരാതവണ്ണം അമർത്തി കുലുക്കി കവിയുന്നൊരളവ് ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് കൊടുക്കുന്ന നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ജീവിതങ്ങളെ കൊടുക്കുന്ന നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവിന് വേണ്ടി കൊടുത്ത നിങ്ങൾക്ക് കിട്ടും. അവൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ ശരീരത്തെ, അവൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങളുടെ സ്തുതിയെ, സ്തോത്രത്തെ. അവൻ ആവശ്യപ്പെടുന്നുണ്ട് മഹത്വം, അവൻ ആവശ്യപ്പെടുന്നുണ്ട് ആരാധന. നമ്മൾ കൊടുക്കുന്നവരാണ്, ആരാധന കൊടുക്കുന്നവരാണ്, നമ്മൾ സ്തുതിക്കുന്നവരാണ്. നമ്മൾ നമ്മുടെ ശരീരങ്ങളെ അവനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. അതുകൊണ്ടാണല്ലോ ലോകപ്രകാരം ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെയ്ത് ജീവിക്കുന്നവരെ പോലെ, ശേഷം മനുഷ്യരെ പോലെ നാം ആയിത്തീരാതെ മദ്യത്തിനും മയക്കുമരുന്നിനും പുകവലിക്ക് നമ്മുടെ ശരീരത്തെ വിട്ടുകൊടുക്കാതെ, ആ കൂട്ടുകെട്ടുകൾക്കിടയിൽ പെട്ടുപോകാതെ, അവരുടെ ഇഷ്ടത്തിനൊപ്പം പങ്കുചേരാതെ, ആ സുഖവും സന്തോഷവും അനുഭവിക്കുവാൻ കഴിയാതെ മാറി നിൽക്കുന്നത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്നവരാണ്. നമ്മൾ കൊടുക്കുന്നവരാണ്. കർത്താവിന് നമ്മുടെ ജീവിതം തന്നെ സമർപ്പിക്കുന്നവരാണ്. നമ്മുടെ അധ്വാന ഫലം കർത്താവിന് നൽകുന്നവരാണ്. നമ്മുടെ ആദ്യ ഫലം കർത്താവിന് നൽകുന്നവരാണ്. നിങ്ങൾ നൽകുന്നവരാണ്, നിങ്ങൾ കൊടുക്കുന്നവരാണ്. എങ്കിൽ കിട്ടുവാൻ നിങ്ങൾ യോഗ്യരാണ്. അമർത്തി കുലുക്കി കവിയുന്നൊരളവ് നിങ്ങളുടെ ഇല്ലായ്മകൾ തീരും വിധത്തിൽ കിട്ടുവാൻ നിങ്ങൾ യോഗ്യരാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിൻ്റെ, ക്ഷാമത്തിൻ്റെ കഥ പറഞ്ഞായിരിക്കുന്ന, കണ്ണുനീരിൻ്റെ കഥ പറഞ്ഞായിരിക്കുന്ന ചിലർ പ്രാർത്ഥിക്കുന്ന, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന, കൊടുക്കുന്ന നിങ്ങൾ തന്നെ ഇന്ന് ആ ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുത്തുവാൻ പോകുക. ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതവണ്ണം ദൈവം നിങ്ങൾക്ക് തരുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, നിങ്ങളുടെ ജീവിതത്തിലെ ആ ഇല്ലായ്മ, ദാരിദ്ര്യമെന്ന ശാപം അത് മാറിപ്പോകുവാൻ തക്കവണ്ണം സ്ഥലം പോരാതവണ്ണം നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുക. ഇന്നലകളിൽ ലഭിച്ച് ഒന്നിനും തികയാത്തതല്ല. ഇന്നലകളിൽ എവിടെ നിന്ന് ലഭിച്ചു? ഭൂമിയിൽ നിന്ന് ലഭിച്ചു, മനുഷ്യരിൽ നിന്ന് ലഭിച്ചു. എന്നിട്ട് ദാരിദ്ര്യത്തിന് അറുതി ഉണ്ടായോ? ഇല്ലായ്മ മാറിയോ? കടക്കണി തീർന്നോ? നിന്ന മാറിയോ? അപമാനം മാറിയോ? ഇല്ല. പിന്നെയും വിടാതെ പിന്തുടരുന്ന ആ ശാപം. എന്നാൽ ഉയരത്തിൽ നിന്നുള്ളത് കൊണ്ട്, താങ്ക് ഗോഡ്, ഉയരത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്നുള്ളത് കൊണ്ട്, സ്വർഗീയമായതുകൊണ്ട് നിങ്ങളുടെ ഇല്ലായ്മയെ, നിങ്ങളുടെ ദാരിദ്ര്യത്തെ എൻ്റെ കർത്താവ് തീർക്കുവാൻ പോകുക. കൊടുത്തവർ, വിളിച്ചു പറയുന്നവർ, ഞാൻ എൻ്റെ ദൈവത്തിനായി എൻ്റെ ജീവിതം തന്നെ സമർപ്പിച്ചവൻ, എൻ്റെ അധ്വാന ഫലം സമർപ്പിച്ചവൻ, എൻ്റെ ആരോഗ്യം സമർപ്പിച്ചവൻ, ഞാനവന് മഹത്വം കൊടുത്തവൻ, ഞാനവന് ആരാധന കൊടുത്തവൻ, അങ്ങനെയുള്ളവർ പ്രാപിക്കുവാൻ പോകുക. അപ്പോൾ ഒരു ഭക്തനായി, കൊടുക്കുന്നവനായി എങ്ങനെ
ആ കിട്ടേണ്ടത് പ്രാപിച്ചെടുക്കുവാൻ കഴിയും? അതിനുവേണ്ടി എങ്ങനെ ക്ലൈം ചെയ്യുവാൻ കഴിയും? അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത്. ഒരു വചനവും പ്രാർത്ഥനയുമാണ് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. ആ വചനം വെച്ച് ക്ലൈം ചെയ്ത് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ പോകുക. അതെ, നിങ്ങളുടെ നിരാശയുടെയും വേദനയുടെയും കണ്ണുനീരിൻ്റെയും അടിസ്ഥാനമായ ആ ഇല്ലായ്മയെന്ന ദാരിദ്ര്യം മാറിപ്പോകുവാൻ, ഭക്ഷണ കാര്യത്തിൽ മാത്രമല്ല, സാമ്പത്തിക കാര്യത്തിൽ മാത്രമല്ല, സമസ്ത മേഖലയിലും ദാരിദ്ര്യമുണ്ട്, ഇല്ലായ്മയുണ്ട്. അതിന് പരിഹാരം വരുവാൻ തന്നെ വാക്യം ഇതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. യഹോവ ഏലിയാവ് മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം കലത്തിലെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയതുമില്ല. കേട്ടവർ അതെ 2 പേർ അത് കേട്ടു. കേൾക്കുക മാത്രമല്ല, അവർ കൊടുത്തു. ഫലമോ കേട്ടതുപോലെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ശബ്ദം തന്നെ. ഏലിയാവിലൂടെ വിധവയും മകനും, സെരാഫാത്തിലെ വിധവയും മകനും കേട്ട വചനം. അതെ, നിങ്ങൾ കേൾക്കുന്നുണ്ട്, നിങ്ങൾ കൊടുത്തവരാണ്. അർത്ഥം ശൂന്യമായ നിങ്ങളുടെ കലങ്ങൾ നിറയുവാൻ പോകുക, ആ ശൂന്യതകൾ മാറുവാൻ പോകുക. അപ്പോൾ ഈ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. അവിടെ 3 പേർ, ശ്രദ്ധിക്കുക, 2 പേർ, സെരാഫാത്തിലെ വിധവയും വിധവയുടെ മകനും, 2 പേർക്കും പേരില്ല, പക്ഷെ അവർ കൊടുത്തവരാണ്. നീട്ടപ്പെട്ട പ്രവാചകനായ ഏലിയാവിൻ്റെ കരങ്ങളിലേക്ക് ആ മാവ് കൊണ്ട് അപ്പമുണ്ടാക്കി കൊടുത്തവരാണ്. അവർ കൊടുത്തവരാണ്. കൊടുത്തവർ അതെ കിട്ടുവാൻ യോഗ്യരാണ്. കൊടുത്തവർ വാങ്ങുവാൻ, തിരികെ പ്രാപിക്കുവാൻ യോഗ്യരാണ്. എന്തുകൊണ്ട്? കൊടുത്തത് കൊണ്ട് തന്നെ. അതെ, ഏലിയാവ് അവനും കൊടുത്തതാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും തിശ്ബയിൽ നിന്ന് കടന്നു വരുന്ന ഏലിയാവിൻ്റെ എൻട്രിയും ഏലിയാവിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തിയും. എന്താണ് ഏലിയാവിലൂടെ ദൈവം ചെയ്ത പ്രവൃത്തി? ആഹാബ് എന്ന ശമര്യയിലെ രാജാവിനോട് പ്രവചിച്ച് പറയിക്കുകയാണ്, എനിക്കൊരു ദൈവമുണ്ട്, ആ ദൈവത്തിന് താൻ ആരാണെന്ന് നിന്നോട് വെളിപ്പെടുത്തേണ്ടതുണ്ട്. അതെ, ആഹാബിനോട് പറയുക, എനിക്കൊരു ദൈവമുണ്ട്. ഏലിയാവ് പറയുന്നു, എനിക്കൊരു ദൈവമുണ്ട്, സർവശക്തനായ ദൈവം തന്നെ. അത് തുറന്നു കിട്ടുവാൻ, പലതും തുറന്നു കിട്ടി ഇല്ലായ്മ മാറുവാൻ കാത്തിരിക്കുന്ന എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, തിരിച്ചറിയണമേ, ഒരു ദൈവമുണ്ട്. ഏലിയാവ് പറയുകയാണ്, അവൻ ആഹാബേ നിന്റെ ആകാശത്തിലെ കിളിവാതിലുകളെ അടയ്ക്കും. ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ മഴ പെയ്യത്തില്ല. ദേശം ക്ഷാമം അനുഭവിക്കും. ദൈവത്തെ അറിയാതെ വരുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ തിരിച്ചറിയണമേ, നിനക്കൊരു ദൈവമുണ്ടെന്ന് നീ അറിയുവാൻ തക്കവണ്ണം ചിലത് അടഞ്ഞു പോയേക്കാം. ചിലത് അടഞ്ഞു പോയത് ഇന്നലകളിലേക്കൊന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവമില്ലാത്ത അനുഭവം. പേര് ദൈവമുണ്ട്, ദൈവത്തിൻ്റെ ജനമാണ്, പേരുകൊണ്ട് ദൈവത്തിൻ്റെ ജനമാണ്, ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്, എല്ലാമാണ്. എന്നാൽ ജീവിതം ദൈവത്തിന് കൊടുക്കുവാൻ കഴിയാത്ത അവസ്ഥ, ചിലത് അടഞ്ഞു പോയിരിക്കുന്നു. അവിധം ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ഉറവകൾ അടഞ്ഞുപോയ അനുഭവം, ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വീണ അനുഭവം മടങ്ങി വരുവാൻ, അതെ, ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നു, മടങ്ങി വരുവാൻ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുമെങ്കിൽ കിളിവാതിലുകളെ പിന്നെയും തുറന്ന് അടഞ്ഞുപോയ, അതേ ഇന്നലകളിൽ ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയ ആ നന്മയുടെ ഉറവിടങ്ങളെ തുറന്ന് പിന്നെയും നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുവാൻ എൻ്റെ ദൈവം മതിയായവൻ. അതേ, ഏലിയാവ് ആഹാബിനോട് ദൈവത്തിൻ്റെ ആലോചന അറിയിക്കുന്നു. ഇതെങ്ങനെയാണ് സാധ്യമായി തീരുന്നത്? തൻ്റെ ജീവിതം തന്നെ ദൈവത്തിന് സമർപ്പിച്ചത് കൊണ്ട്. ആഹാബിൻ്റെ വാൾ കൊണ്ട് തല പോയേക്കാം. അതേ, രാജാവിനോടാണ്. അതേ, ചിലത് പറയേണ്ടി വരുന്നത് എനിക്കറിയാം. എന്നെ കേൾക്കുന്ന നിങ്ങൾ പേരുകൊണ്ടും പെരുമ കൊണ്ടും പാരമ്പര്യം കൊണ്ടും അറിവ് കൊണ്ടും ഇന്നലകളിൽ നിങ്ങൾ നേടിയെടുത്തത് കൊണ്ടും വളരെ ഉയരെയാണ്. എന്നെക്കാൾ ഒരു പക്ഷേ ദൈവത്തെക്കുറിച്ച് അറിയാമായിരിക്കാം, പാരമ്പര്യമുണ്ടായിരിക്കാം, പക്ഷേ പറയേണ്ടത് പറഞ്ഞല്ലേ തീരത്തുള്ളൂ. അപ്പോൾ ചിലപ്പോൾ മുറിപ്പാടുണ്ടായേക്കാം, പലർക്കും ഇഷ്ടപ്പെടാതെ വന്നേക്കാം. ഇഷ്ടപ്പെടാത്തത് സത്യങ്ങളാണ്, അതുകൊണ്ട് അത് അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ആഹാബിൻ്റെ വാൾ കൊണ്ട് തല പോയേക്കാം, ആഹാബിന് ഇഷ്ടപ്പെട്ടില്ല എങ്കിലോ. അപ്പോൾ സമർപ്പിക്കുകയാണ്, കർത്താവിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിക്കുകയാണ്. ജീവൻ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ,
കർത്താവിൻ്റെ വാക്കുകളെ അറിയിച്ച് ജീവൻ നഷ്ടപ്പെട്ടാൽ അങ്ങ് നഷ്ടപ്പെട്ടോട്ടെ, ഒരു മടിയുമില്ല, പറയേണ്ടത് പറയും. അകന്നു പോയിരിക്കുന്നു, അതുകൊണ്ട് അടഞ്ഞു പോയിരിക്കുന്നു. തുറന്നു കിട്ടിയ പലതും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി, സഹോദര സഹോദരി, പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായി നിന്റെ ജീവിതത്തിൽ തുറന്നു കിട്ടിയത് പലതും അടഞ്ഞു പോയത്, നഷ്ടപ്പെട്ടു പോയത്, ആ ജോലി, അങ്ങനെയുള്ള വരുമാനം, അങ്ങനെയുള്ള നന്മകൾ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഓ ഞാൻ പ്രതീക്ഷിക്കാത്തത് ദൈവം എനിക്ക് തന്നു, ഞാനിതൊന്നും ആഗ്രഹിച്ചതല്ല, അല്ലേ? മറ്റുള്ളവർ അസൂയയോട് നോക്കും വിധത്തിൽ പലതും നിന്റെ കരങ്ങളിൽ കിട്ടി. എന്നാൽ പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയി, അകന്നുപോയി, നീ അറിയാതെ അകന്നുപോയി, തുറന്നതൊക്കെയും അടഞ്ഞുപോയി. അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം എന്തു സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിന് പിന്നാലെ പോയപ്പോൾ ആ സന്തോഷത്തിലേക്ക് നിന്നെ കരം പിടിച്ച് നടത്തിയ ദൈവത്തെ മറന്നുപോയി. ഫലമോ ഉറവകൾ അടഞ്ഞു, സ്നേഹമില്ല, സന്തോഷമില്ല, സമാധാനമില്ല. എന്തും ചെയ്യുവാൻ തക്കവണ്ണം ശരീരം ആരോഗ്യം കൊണ്ട് നിറഞ്ഞപ്പോൾ ഞാൻ എന്തും ചെയ്യും, എനിക്ക് എന്തും ചെയ്യുവാനുള്ള കഴിവുണ്ട്, തലയെടുപ്പോടെ നിവർന്നു നിന്നു. ഞാനാരാ? അതെ, പലതും ചെയ്യുവാൻ ആരോഗ്യമുണ്ടായിരുന്ന നാളുകൾ ചെയ്തു, പലതും നേടി, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. നിനക്ക് ആരോഗ്യം തന്ന അനേകർ രോഗികളായി നശിച്ചു പോയപ്പോൾ, അനേകർ അനാരോഗ്യ മുഖാന്തരം, വിവിധമാകുന്ന രോഗങ്ങൾ മുഖാന്തരം പുറത്തിറങ്ങുവാൻ കഴിയാതെ ഒടുങ്ങിപ്പോയപ്പോൾ നിന്നെ നടത്തിയ ദൈവത്തെ, നിനക്ക് ആരോഗ്യം തന്ന ആ ദൈവത്തെ നീ മറന്നു. ഫലമോ കിളിവാതിലുകൾ അടഞ്ഞു പോകും വിധത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു പോയി, രോഗിയായിത്തീർന്നു. നന്മയുടേതായ പല അനുഭവങ്ങളും അപ്രതീക്ഷിതമായി തുറന്നു വന്നു, മറന്നുപോയി. തുറന്നു തന്ന ഒരു ദൈവത്തെ, സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ അവർ ആഗ്രഹിച്ചതൊക്കെ കൊടുക്കുവാനും പ്രതീക്ഷിക്കുന്നതിനപ്പുറമായി അവരിൽ നിന്ന് കിട്ടുവാനും തുടങ്ങി. സന്തോഷം, മേനി പറച്ചിലും പുകഴ്ച പറച്ചിലും അറിയാതെ അകന്നുപോയി. അങ്ങനെയുള്ള തലമുറകളെ, ബുദ്ധിയുള്ള തലമുറകളെ, സ്വബോധമുള്ള തലമുറകളെ തന്ന ദൈവത്തെ മറന്നുപോയി. അർത്ഥം, അവരെ പിശാചിൻ്റെ കാൽ ചുവട്ടിൽ നീ അടിയറവ് വെച്ചു. ദൈവത്തെ മറന്നു, പലതും പിശാചിൻ്റെ കാൽ ചുവട്ടിൽ വെച്ചു. ഫലമോ ക്ഷാമം. ശമര്യ ക്ഷാമം അനുഭവിക്കുവാൻ പോവുകയാണ്. അപ്പോൾ ദൈവത്തിന് തന്നെ സമർപ്പിച്ച എലിയാവ് തങ്ങളുടെ കരങ്ങളിലുണ്ടായിരുന്ന അവസാനത്തേതിനെ ദൈവപുരുഷനായ എലിയാവിന് നൽകിയ സെരാഫാത്തിലെ വിധവയും മകനും കൊടുത്തവർ. അവരെക്കുറിച്ച് വചനം പറയുന്നു, അവരുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല, കലശത്തിലെ എണ്ണ വറ്റിപ്പോയില്ല. പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ? നിങ്ങൾ യോഗ്യരാണ്. കൊടുത്തത് കൊണ്ട് മാവ് തീരാത്ത കലവും എണ്ണ വറ്റാത്ത കലശവും. യേശുവേ, എൻ്റെ ജീവിതം ഞാൻ അങ്ങേക്ക് സമർപ്പിച്ചത് കൊണ്ട് പ്രാർത്ഥിക്കൂ. സഹോദര സഹോദരി, പ്രാർത്ഥിക്ക്. ആ ജോലി സ്ഥലത്ത്, അപ്പാ എൻ്റെ ജീവിതം തന്നെ ഞാൻ അങ്ങേക്കായി നൽകി, എൻ്റെ അധ്വാന ഫലം നൽകി, എൻ്റെ സന്തോഷങ്ങളെ ഞാൻ അങ്ങേക്കായി നൽകി, അങ്ങയെ സ്തുതിച്ചു, അങ്ങയെ ആരാധിച്ചു, അങ്ങയെ മഹത്വപ്പെടുത്തി, എന്നെക്കാളധികം ഞാൻ അങ്ങയെ സ്നേഹിച്ചു. അതുകൊണ്ട് എൻ്റെ ഇല്ലായ്മയുടെ ഈ കാലത്തെ അങ്ങ് നിറയ്ക്കണമേ. പ്രാർത്ഥിച്ചാട്ടെ സഹോദരി, പ്രാർത്ഥിക്ക്. ആ ജോലി സ്ഥലത്ത് നീ അനുഭവിക്കുന്ന ഇല്ലായ്മയ്ക്ക് പരിഹാരം വരുവാൻ പോവുക. എടുത്തുപയോഗിച്ചാലും തീരാത്ത വിധത്തിൽ കർത്താവ് വഴികളെ തുറക്കുവാൻ പോവുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തീരാതെ വണ്ണം ആ കലം മാവ് കൊണ്ട് തിറഞ്ഞതുപോലെ നിന്റെ പേഴ്സിൽ സമൃദ്ധി ഉണ്ടാകുക, നിന്റെ കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകുക, നിന്റെ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകുക, നിന്റെ ഭാര്യയുടെ, നിന്റെ മക്കളുടെ, നിന്റെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് ഉതകം വിധത്തിൽ എടുത്തു കൊടുക്കുവാൻ തക്ക വിധത്തിൽ, ആ ലോൺ അടയ്ക്കുവാൻ തക്ക വിധത്തിൽ, പരീക്ഷാ ഫീസ് അടയ്ക്കുവാൻ തക്ക വിധത്തിൽ, യേശുവിൻ നാമത്തിൽ ആ അക്കൗണ്ടിൽ സമൃദ്ധി ഉണ്ടാകുവാൻ പോകുക. വറ്റിപ്പോകുന്ന അവസ്ഥ, ശൂന്യമായി തീരുന്ന അവസ്ഥ, സ്തോത്രം. ശമ്പളം വാങ്ങി 1-2 ദിവസങ്ങൾ കൊണ്ട് ആ അക്കൗണ്ട് കാലിയാകുന്ന അവസ്ഥ, അത് മാറുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവിടം കൊണ്ട് തന്നെ, ആ തൊഴിലിടം കൊണ്ട് തന്നെ നീ ഇല്ലായ്മ അനുഭവിക്കുന്ന, ദാരിദ്ര്യം അനുഭവിക്കുന്ന, കടം വാങ്ങുന്ന, സ്തോത്രം, പലരുടെ മുമ്പിൽ കൈനീട്ടി തലകുനിയേണ്ടി വരുന്ന ആ തൊഴിലിടം കൊണ്ട് തന്നെ യേശുവിൻ നാമത്തിൽ നീ സമൃദ്ധി അനുഭവിക്കുവാൻ പോകുക. സ്തോത്രം. എണ്ണ പറ്റാത്ത ഭരണിയുടെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ. സഹോദര, ഇല്ല വരുമാനമില്ല. കാരണം എന്താ? ജോലിയില്ല, നിന്നയാണ്, നിരാശയാണ്, കൈനീട്ടി മടുത്തിരിക്കുന്നു. നിന്റെ ജീവിതം തന്നെ നീ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാ. ഇന്ന് ചോദ്യം ചോദിക്കുന്നുണ്ട്, കർത്താവേ,
എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? അതേ, കർത്താവിന് വേണ്ടി ജീവിതം തന്നെ വച്ചു കൊടുത്ത ഏലിയാവ് അല്പത്തിലൂടെ കടന്നുപോയി. കാക്കയുടെ വരവ് നിലച്ചു, കിരീത്തിലെ വെള്ളം പറ്റി. ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരിക്കണം, എന്നാൽ ആ ചോദ്യം ലോകം കേൾക്കെ ഉയരുവാൻ, അതേ ലോകം കേൾക്കെ ഉയരുവാൻ ദൈവം അനുവദിച്ചില്ല. അതേ, വിധവയുടെ ഭവനത്തിൽ മാവ് തീരാത്ത ഒരു കലവും എണ്ണ പറ്റാത്തൊരു ഭരണിയും ഒരുക്കി ദൈവം ഏലിയാവിനെ സൽക്കരിച്ചു. ദൂതിത നിന്നെ സൽക്കരിക്കുവാൻ പോകുക. തീരാത്ത ചിലത് നിന്റെ കരങ്ങളിൽ നൽകി, നിന്റെ ജീവിതത്തിൽ നൽകി. ഒന്നുമില്ലാതെ ഭയപ്പെട്ട് ഭാരപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്ന, ജോലിയില്ലാതെ വരുമാന മാർഗമില്ലാതെ തളർന്നായിരിക്കുന്ന സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ചിലത് നിന്റെ കരങ്ങളിൽ നൽകി സ്ഥിര വരുമാന മേഖല നിനക്ക് തുറന്ന് നൽകി. അതെ 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 നിന്നെ കർത്താവ് സൽക്കരിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ സഹോദരി, കർത്താവ് നിന്നെ സൽക്കരിക്കുവാൻ പോകുക. ആ റൂമിനകത്ത് സ്തോത്രം, നിന്റെ വിളി വരുന്നതിനായി കാത്തിരിക്കുക. സ്തോത്രം, കർത്താവ് നിന്നെ സൽക്കരിക്കുവാൻ പോകുക. ആ ദാരിദ്ര്യം മാറുവാൻ പോകുക. കർത്താവ് നിന്നെ സൽക്കരിക്കുവാൻ പോകുക. ആ ഇല്ലായ്മ മാറുവാൻ പോകുക. ഭയമാണ് വീട്ടിൽ നിന്ന് വരുന്ന കോൾ അറ്റൻഡ് ചെയ്യാൻ. ആവശ്യങ്ങൾ ഒത്തിരിയുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം അവരുടെ പ്രതീക്ഷ നിറവേറ്റേണ്ടത് നീയാണ്. അവരുടെ പ്രതീക്ഷകളുമായി നടന്നു നീങ്ങിയത് നീയാണ്. നിന്നിൽ നിന്ന് അവർക്ക് കിട്ടേണ്ടത് ഇതുവരെ കിട്ടിയില്ല, അത് നിന്നിലൂടെ അവർക്ക് കിട്ടുവാൻ പോകുക. യെസ്, നീ സൽക്കരിക്കപ്പെടുക. അവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ സൽക്കരിക്കുക. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. സഹോദരി, ആ തീർന്നു പോകുന്ന അനുഭവം, സഹോദരി, ആ തീർന്നു പോകുന്ന അനുഭവം എന്താ? എൻ്റെ ജീവിതം തന്നെ തീർന്നു പോകുന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. ശൂന്യത മാത്രം, ഒന്നുമില്ല, നല്ലതൊന്നും. എൻ്റെ ജീവിതം കൈവിട്ടുപോയി. ഇനി എനിക്ക് സന്തോഷമായി ജീവിക്കുവാൻ കഴിയത്തില്ല. എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് അകന്നു പോകുന്നു. മറ്റാരുടെയൊക്കെയോ ഇഷ്ടത്തിന് ജീവിക്കുന്നു, മറ്റാരുടെയൊക്കെയോ ആയിത്തീരുന്നു. വേദന അതാ. എൻ്റെ സന്തോഷം ഞാൻ അനുഭവിക്കേണ്ടത് ശൂന്യതയാ. നീ അനുഭവിക്കേണ്ടതൊന്നും അനുഭവിക്കുവാൻ കഴിയുന്നില്ല. ശൂന്യത, ആ ശൂന്യതയെ കർത്താവ് നിറയ്ക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ ദാരിദ്ര്യത്തെ കർത്താവ് മാറ്റുവാൻ പോകുക. സ്നേഹം നഷ്ടപ്പെട്ടു പോയ, സ്തോത്രം, അതേ, നിന്റെ കുടുംബജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെ കർത്താവ് നിറയ്ക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ നിറവ് നീ അനുഭവിക്കുവാൻ പോകുക. സമാധാനത്തിൻ്റെ നിറവ്, സ്വസ്ഥതയുടെ നിറവ്, സന്തോഷത്തിൻ്റെ നിറവ്. യെസ്, യേശുവിൻ നാമത്തിൽ വറ്റിപ്പോകാത്തത്. ഓ സ്തോത്രം, വല്ലപ്പോഴും കിട്ടുന്നതല്ല, അത് വേണ്ട. അതാ ഏറ്റവും വലിയ വേദനയല്ലേ? പ്രതീക്ഷയോടെ എൻ്റെ ഭർത്താവ് വീണ്ടും എന്നെ സ്നേഹിക്കുവാൻ തുടങ്ങി, എന്നോട് മിണ്ടുന്നു, എന്നോട് സംസാരിക്കുന്നു. പെട്ടെന്ന് ഒരു 4 മണിപ്പൂ പോലെ വാടിപ്പോകുന്ന അവസ്ഥ. അത് വേണ്ട. ആമേൻ, അത് വേണ്ട. വറ്റിപ്പോകാത്തത് നിന്റെ ഭർത്താവിൻ്റെ സ്നേഹം വറ്റത്തില്ല. നിന്നോടുള്ള സ്നേഹം വറ്റത്തില്ല, അത് നിറയുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്, നിന്നോടുള്ള കരുതൽ വറ്റത്തില്ല. നിനക്ക് വേണ്ടത്, അവനിൽ നിന്ന് ലഭിക്കേണ്ടത്, അത് വറ്റിപ്പോകത്തില്ല. ഉറവ വറ്റാത്തത് നിന്റെ ജീവിതത്തിൽ നൽകി എൻ്റെ കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. ഒപ്പം ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം. സഹോദര, നിന്റെ ഭാര്യയിൽ നിന്ന് നീ പ്രതീക്ഷിക്കുന്നത് നഷ്ടപ്പെട്ടു പോകാത്തത്, കുറഞ്ഞു പോകാത്തത്, വറ്റിപ്പോകാത്തത് നൽകി. ദാരിദ്ര്യമാ ഫലമോ? നിന്ന. അതെ, ഇല്ല, ഭാര്യയിൽ നിന്ന് കിട്ടേണ്ടതില്ല, ഭർത്താവിൽ നിന്ന് കിട്ടേണ്ടതില്ല, നിന്നെ അനുഭവിക്കുന്നു. ഇങ്ങനെ ഒരു കുടുംബജീവിതം, ഇങ്ങനെ എന്തിന് ജീവിക്കുന്നു? ചോദിച്ച് നിന്ദിക്കുന്നവർ, പരിഹസിക്കുന്നവർ. അതെ, ആ ദാരിദ്ര്യം മാറുവാൻ പോകുക. മാതാവേ, പിതാവേ, ആ ദാരിദ്ര്യം മാറുവാൻ പോകുക. മക്കളുടെ ജീവിതമായിരിക്കുന്ന ദരിദ്രാവസ്ഥ, ദാരിദ്ര്യം പിടിച്ചവരായി, നല്ലതൊന്നുമില്ലാതെ പഠിക്കുന്നുണ്ട്, റിസൾട്ടില്ല. ആമേൻ, അല്ലേ? പഠനം കഴിഞ്ഞു, ജോലിയില്ല. അവരെക്കുറിച്ച് നല്ലതെന്തെങ്കിലും ആർക്കെങ്കിലും പറയുവാൻ ഇല്ല. ദാരിദ്ര്യം പിടിച്ച പിള്ളേർ, സ്തോത്രം, ഒന്നുമില്ലാത്തവർ, ദരിദ്രന്മാർ, കയ്യിലൊന്നുമില്ല, പോക്കറ്റിലൊന്നുമില്ല, ഉള്ളത് പലതും ചിതറിപ്പോകുന്നു. വേണ്ടാത്തത് അകത്തേക്ക് വരുവാനായി ഉള്ളത് പലതും നഷ്ടപ്പെട്ടു പോകുന്നു, മോശക്കാരായി മാറിപ്പോകുന്നു. ആ ദാരിദ്ര്യം മാറുകയാണ്. തലമുറകളുടെ ജീവിതത്തിലെ ദാരിദ്ര്യം മാറുക. പ്രാർത്ഥിക്കും, മാതാവേ, ആ ഇല്ലായ്മ മാറുക. ആഗ്രഹിച്ചതുപോലെ പല സ്ഥലങ്ങളിലും എത്തി, എന്നിട്ടും ദാരിദ്ര്യം അത് മാറുക, നിറയ്ക്കപ്പെടുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഓ
ആ രാജ്യത്ത് അവർ നിറയപ്പെടുക. ആ ജോലി സ്ഥലത്ത് മാതാവേ പിതാവേ നിന്റെ മക്കൾ നിറയപ്പെടുക. ഓ സ്തോത്രം. അവർക്ക് അനുഭവിക്കുവാൻ വേണ്ടത് അവിടെ നിറയുക. ആമേൻ ആമേൻ. വിവാഹം കഴിച്ച് അയക്കപ്പെട്ട ആ ഭവനത്തിൽ നിന്റെ തലമുറ നിറയപ്പെടുക. സന്തോഷമായി അവർ ജീവിക്കുക. അത് നീ കേട്ട് അതിൻ്റെ പങ്ക് നീ അനുഭവിക്കുവാൻ പോകുക. നീ ഓഹരിക്കാരനായി മാറുവാൻ പോകുക. ആ നിറവ് നിനക്ക് സൽക്കാരമായി മാറുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. മാർക്കിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം, ഫലമോ അഡ്മിഷൻ കിട്ടുന്നില്ല, ആ അവസ്ഥ മാറുക. ഓ സ്തോത്രം. റിസൾട്ട് ഉണ്ടാകുക. മത്സര പരീക്ഷകളിൽ കാത്തിരിക്കുന്ന നിങ്ങളുടെ തലമുറകളുടെ ജീവിതത്തിൽ റിസൾട്ട് ഉണ്ടാകുക. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കും വിധത്തിലുള്ളത് സ്തോത്രം മാർക്കായി നിറയുവാൻ പോകുക. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞേ. മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ, മാർക്കായി നിറയുവാൻ പോകുക. മാർക്ക് നിറയുവാൻ പോകുക. സ്കോർ നിറയുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ താങ്ക് ഗോഡ്. ആമേൻ. ആ ദാരിദ്ര്യം മാറുക, ഇല്ലായ്മ മാറുക, ആരോഗ്യമില്ല, ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ആ ദാരിദ്ര്യം മാറുക. സ്തോത്രം. നിന്റെ ശരീരം പിന്നെയും പച്ച വച്ചും പുഷ്ടി വച്ചും ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. നിന്റെ ശരീരം ആരോഗ്യമുള്ളതായി മാറുവാൻ പോകുക. ആ ആരോഗ്യത്തെ നശിപ്പിച്ച് കളഞ്ഞ് ആ ഇല്ലായ്മ മാറുവാൻ പോകുക. അവയവങ്ങളിലുള്ള ഇല്ലായ്മ മാറുവാൻ പോകുക. സ്തോത്രം. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുക. സൗഖ്യം വ്യാപരിക്കുക. സ്തോത്രം. പുനർനിർമ്മിക്കപ്പെടുക. ചിലതിനെ കർത്താവ് പുനർനിർമ്മിക്കുക. ആ കലത്തിനെ കർത്താവ് പുനർനിർമ്മിച്ചു കേട്ടോ. അത് പഴയ കലമൊന്നുമല്ല. സരാഫാത്തിലെ വിധവയുടെ ഭവനത്തിലെ കലം, ആ ഭരണി പഴയ ഭരണിയൊന്നുമല്ല. പഴയ ഭരണി അതങ്ങനെ കോരെ വീണ്ടും നിറയത്തില്ല. അതിനെ പുനർനിർമ്മിച്ചു. നിൻ്റെ ശരീരത്തെ കർത്താവ് പുനർനിർമ്മിക്കുക. ചില അവയവങ്ങളെ കർത്താവ് പുനർനിർമ്മിക്കുക. ഇഞ്ചക്റ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കുന്ന അവസ്ഥ മാറുക. യെസ്, മെഡിസിൻ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ആ അവസ്ഥ മാറുക, പുനർനിർമ്മിക്കുക. ഓ താങ്ക് ഗോഡ്. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. ഓ ആമേൻ ആമേൻ. പ്രാർത്ഥിക്കുക. പുനർനിർമ്മിക്കുക. അവയവങ്ങളെ പുനർനിർമ്മിക്കുക. അതേ, ആ സ്ഥാപനത്തെ കർത്താവ് പുനർനിർമ്മിക്കുക. നിനക്ക് വേണ്ടത് നീ ആഗ്രഹിക്കുന്നത് പോലെ കണ്ടിന്യൂസ് ആയി തുടർമാനമായി കിട്ടുവാൻ. യെസ്, അതാ അത് കണ്ടിന്യൂസ് ആയി കിട്ടുവാൻ, തുടർമാനമായി കിട്ടാത്തത് കൊണ്ടാണ് കടത്തിനുമേൽ കടം വന്നു കയറിയത്. ദാരിദ്ര്യം, ആ സ്ഥാപനത്തിൽ ദാരിദ്ര്യം വന്നു കയറിയത്. നീ കടക്കാരിയായി മാറിയത്, തലകുനിക്കേണ്ടി വന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വന്നത്. യെസ്, ആമേൻ ആമേൻ. കണ്ടിന്യൂസ് ആയി നിന്റെ കരങ്ങൾ ലഭിക്കുവാൻ തക്കവണ്ണം കർത്താവ് അതിനെ നിറയ്ക്കുക. യെസ്, ആ ശൂന്യത വിട്ടുമാറുന്ന കൃപയ്ക്കായി. ആമേൻ. ശുശ്രൂഷക, കർത്താവ് നിറയ്ക്കുകയാണ് നിന്റെ ആ ഇല്ലായ്മകളെ. മറ്റുള്ളവർക്ക് നിന്ദിക്കുവാനും പരിഹസിക്കുവാനും കാരണമായി മാറിയ കർത്താവിന് വേണ്ടി ഇറങ്ങിയിട്ട് കർത്താവിൻ്റെ വേല ചെയ്തിട്ട് എന്തുണ്ടെന്ന് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുവാൻ തക്കവണ്ണം കർത്താവ് നിറയ്ക്കുക. ആമേൻ. നീ കൊടുത്തത് വെറുതെ അല്ല. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കർത്താവ് യേശുക്രിസ്തു പറയുക, കൊടുപ്പീൻ, നിങ്ങൾക്ക് കിട്ടും. സ്ഥലം പോരാതെ വണ്ണം. കൊടുത്തത് ആമേൻ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയാ. പലരും ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇത്രമാത്രം നീ കർത്താവിൻ്റെ നാമത്തിൽ നിന്നിട്ട്, നീ സ്തോത്രക്കാഴ്ച കൊടുത്തിട്ട്, ദശാംശം കൊടുത്തിട്ട്, പ്രാർത്ഥന നടത്തിയിട്ടു, നിന്റെ ശരീരം, നിന്റെ ജീവൻ തന്നെ, നിന്റെ മനസ്സ് കർത്താവിന് കൊടുത്തിട്ട്, നിന്റെ ശരീരവും നിന്റെ മനസ്സും എല്ലാം നീ കർത്താവിന് കൊടുത്തിട്ട് എന്ത് കിട്ടി? സ്തോത്രം. അവർക്ക് പറയുവാൻ വിധമുള്ളത് എൻ്റെ കർത്താവ് നിനക്ക് തരും. ആ മാവ് പറ്റാത്ത കലത്തിൻ്റെ അവസ്ഥ, എണ്ണ തീരാത്ത ഭരണിയുടെ അവസ്ഥ നിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതെ, ആ ശൂന്യതകളെ അവൻ നിറയ്ക്കും. കൊടുത്തവർ നിറവനുഭവിക്കുവാൻ പോകുക. ആമേൻ. കൊടുത്ത് നിറവനുഭവിക്കുവാൻ. അപ്പോൾ പ്രാർത്ഥിക്കുവാൻ മടിക്കണ്ട, ധൈര്യമായി പ്രാർത്ഥിച്ചോ. ഏലിയാവ് കൊടുത്തു. വറ്റിപ്പോകാത്ത ഭരണിയുടെയും തീർന്നു പോകാത്ത കലത്തിൻ്റെയും അനുഭവം ദൈവം നൽകി. സരാഫാത്തിലെ വിധവയും മകനും കൊടുത്തു. മാവ് വറ്റാത്ത കലവും എണ്ണ വറ്റാത്ത ഭരണിയും. അതേ, ആ അനുഭവം ദൈവം അവർക്ക് നൽകി. കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കർത്താവ് നൽകും. കൊടുക്കുവാൻ കഴിയാത്ത ആരെങ്കിലും ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. അവന് നിങ്ങളുടെ ജീവിതത്തെ ആവശ്യം, നിങ്ങളുടെ ശരീരത്തെ ആവശ്യം, നിങ്ങളുടെ നന്മകളെ ആവശ്യം, നിങ്ങളിൽ നിന്ന് സ്തുതി ആവശ്യം, സ്തോത്രം ആവശ്യം, മഹത്വം ആവശ്യം, ആരാധന ആവശ്യം, നിങ്ങളുടെ അധ്വാന ഫലം കർത്താവിൻ്റെ നാമമഹത്വത്തിന് ആവശ്യം. നിങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. കർത്താവ് നിങ്ങളെ
നിറയ്ക്കും, ശൂന്യതകളെ മാറ്റും. അപ്പോൾ ശൂന്യതകൾ മാറട്ടെ. ഈ വചനം വെച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശൂന്യതകളെ മാറ്റുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ, ഇല്ലായ്മകളുടെ മധ്യത്തിൽ കഷ്ടതയുടെ കണ്ണുനീരിൻ്റെ ആ അവസ്ഥയിലായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ നിറയ്ക്കും. കർത്താവ് നിങ്ങളെ നിറയ്ക്കും. ആ നിറവിനൊപ്പം നിൽക്കുവാൻ കർത്താവ് ഞങ്ങളെയും ഒരുക്കും. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹിതവും പ്രശാന്തവുമായിരിക്കുന്ന നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എലിയാവിലൂടെ സരാഫാത്തിലെ വിധവയും മകനും കേട്ട ആ അനുഗ്രഹ വാക്കുകൾ അവരുടെ ജീവിതത്തിൽ നിറവായതുപോലെ ഇപ്പോൾ അടിയൻ ഇവരെ അനുഗ്രഹിക്കുന്ന കർത്താവേ, ആ ദാരിദ്ര്യം മാറട്ടെ. അപ്പോൾ ആ കടക്കാരായി ഒന്നുമില്ലാതെ ഇനി എന്തിന് ജീവിക്കുന്നുവെന്ന് ചിന്തിച്ചായിരിക്കുന്നവർ ആ ദാരിദ്ര്യം മാറുവാനുള്ളത് ഇപ്പോൾ ഇവരുടെ ഭവനത്തിൽ അങ്ങ് നൽകണമേ. കടം കയറി നിരാശയും വേദനയും ദുഃഖവും അനുഭവിച്ചായിരിക്കുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. ആ കടഭാരം മാറുക. യേശുവിൻ നാമത്തിൽ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരിക. വഴികൾ തുറക്കപ്പെടുക. ഇല്ലായ്മകൾ മാറുക. ആ ദാരിദ്ര്യം മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ആ അടുക്കളയിലെ ദാരിദ്ര്യം മാറുക. പ്രാർത്ഥിക്കും മാതാവേ. പ്രാർത്ഥിക്കും സഹോദരി. അടുക്കളയിലെ ദാരിദ്ര്യം മാറുക. ഇല്ലായ്മകൾ മാറുക. സ്തോത്രം. ലോൺ അടയ്ക്കുവാൻ കഴിയാതെ, മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുവിൻ നാമത്തിൽ വഴികൾ തുറക്കപ്പെടുക. നിറവ് വരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതിന് തക്കവണ്ണം ജോലി ഉണ്ടാകുക. ജോലി സ്ഥലത്തെ എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം വരുവാൻ പോകുക. പ്രാർത്ഥിച്ചാട്ടെ. ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾ അറിഞ്ഞു വരുവാൻ പോകുക. ആമേൻ. വഴി തുറക്കപ്പെടുവാൻ പോകുക. പുതിയ ജോലികൾ ലഭിക്കുവാൻ പോകുക. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ പ്രാർത്ഥിക്കുക. ജോലികൾ ലഭിക്കുക. ആ ജോലി മേലുള്ള തടസ്സം മാറുക. ജോലി സ്ഥലത്തെ വെല്ലുവിളി മാറുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി ജോലി നൽകി കർത്താവ് ചിലരെ സൽക്കരിക്കുക. ആമേൻ, ആമേൻ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. ആ ശൂന്യത മാറുക. താങ്ക് ഗോഡ്. സന്തോഷത്തിൻ്റെ നിറവ് അതിനകത്തുണ്ടാകുക. ആമേൻ, ആമേൻ. ചിലത് നിറഞ്ഞു വരിക. നിറഞ്ഞു വരുന്ന സന്തോഷം, നിറഞ്ഞു വരുന്ന സമാധാനം, ഭർത്താവിനൊപ്പം, ഭാര്യയ്ക്കൊപ്പം, മക്കൾക്കൊപ്പം. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ റിസൾട്ട് ഉണ്ടാകുക. സ്തോത്രം. നിറവുണ്ടാകുക. ആമേൻ, ആമേൻ. വഴികൾ തുറക്കപ്പെടുക. രാജ്യങ്ങളുടെ വാതിലുള്ളവർക്ക് മുമ്പിൽ തുറക്കപ്പെടുക. സ്തോത്രം. അവർ ജോലിക്കാരായി മാറുക. പഠിച്ച് ഡിഗ്രിക്കാരായി മാറുക. യേശുവിൻ നാമത്തിൽ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടുക. ആമേൻ. താങ്ക് യു ലോർഡ്. അമേൻ, ആമേൻ. പ്രാർത്ഥിച്ചാട്ടെ. ദുശീലങ്ങൾ വിട്ടുമാറുക. മദ്യപാന വ്യഭിചാര വെറുക്കുത്തുകൾ വിട്ടുപോകുന്ന കൃപയ്ക്കായി. അമേൻ, ആമേൻ. വചനപ്രകാരം കർത്താവ് ഒരു അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി, തലമുറകളെ അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ്. പലവിധമാകുന്ന ബിസിനസ്സുകൾ ചെയ്യുന്നവർ പ്രാർത്ഥിച്ചാട്ടെ. വർധനമുണ്ടാകുക. കടം വാങ്ങി മുടിഞ്ഞ അവസ്ഥ മാറുക. ആ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുക. ആ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുക. പ്രാർത്ഥിക്കുക. ശുശ്രൂഷക, നിന്റെ ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടുക. നിന്റെ മിനിസ്ട്രി അനുഗ്രഹിക്കപ്പെടുക. സ്തോത്രം. ഭവനങ്ങൾ വാങ്ങുവാൻ, ഭവനങ്ങൾ വയ്ക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടുക. വാടക വീടുന്ന നിരാശ, ആ നിരാശ മാറുക. പ്രാർത്ഥിച്ച്. താങ്ക് ഗോഡ്. വസ്തുക്കൾ വാങ്ങുക. ആമേൻ, ആമേൻ. വാഹനങ്ങൾ വാങ്ങുക. എല്ലാ ഇല്ലായ്മകളും മാറുക. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവരെ അങ്ങ് നിറച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമ്പോൾ നാളെ പകലും നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെയായിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.